ആക്ച്വലി ഈ ലേഡി കോൺഫറൻസിൻ്റെ സെക്രട്ടറി ജനറലായിരുന്നു. ഈ കോൺഫറൻസ് നടത്തിപ്പുകാരിയാണ്. ഒരു വളരെ ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള ഗെയിൽ ഗുഡാർ എന്നാണ് ഇവരുടെ പേര്. ഗെയിൽ ഗുഡാർ ഒരു മധ്യവയസ്കയായ സ്ത്രീയാണ്. അവർ ആ നിമിഷം തൊട്ട് അവരുടെ ഈ തിരക്കുകളുടെ ഇടയിൽ കൂടെ വന്നിട്ട് എൻ്റെ കൂടെ വന്ന് ആഹാരം കഴിക്കും. വൈകുന്നേരം എൻ്റെ കൂടെ നടന്ന് വന്ന് എൻ്റെ ഹോട്ടലിൽ കൊണ്ടാക്കും. എൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കും. ഞങ്ങളുടെ ഒരു കടൽ തീര ഒരു ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ഞാൻ കടൽ തീരത്തോടെ കുറേ നേരം കൈപിടിച്ച് നടക്കാനും എന്നെ മനസ്സിന് ഒരുപാട് ശാന്തമാക്കുവാനും. ഞാനിത് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. ഞാനൊരു ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ അംഗമായിരുന്നു. ഒരൊറ്റയാൾ പോലും ഒരു അനുകമ്പയോടെ ഒരു സഹതാപത്തിൻ്റെ പോലും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. എനിക്ക് വലിയ സങ്കടമായിട്ടുള്ള ഓർമ്മയാണത്. എന്നിട്ട് ഈ ലേഡി, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഈ സ്ത്രീ, മാലാഖ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഈ സ്ത്രീ ഗെയിൽ ഗുഡാർ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ പതറിപ്പോയ ഒരു വിദേശത്ത് എൻ്റെ കൈപിടിച്ച് നടത്തുന്നത് മാത്രമല്ല, എനിക്ക് ആ 1.5 ദിവസം കൊണ്ട് ഒരു പക്ഷേ ഞാൻ ആ സ്ത്രീയുമായിട്ട് ഈ പ്രണയത്തിലായിപ്പോയോ എന്ന് പോലും ഞാൻ സംശയിച്ചിരുന്നു. 1.5 ദിവസത്തെ പരിചയം. കാരണം നമ്മൾ അടിപതറുമ്പോൾ നമ്മളൊരു വല്ലാത്തൊരു ഒരു തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒന്നും പറയാതെ, ഒരു വില പറയാതെ, ഒരു അജണ്ടയില്ലാതെ ഒരു സ്ത്രീ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ കൈപിടിച്ച് നടത്തുകയും ചെയ്തത് തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ഓർമ്മയായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു, ഞാനൊരു അന്യനായൊരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, ഒരു വാസ്തുശില്പി, 15 വർഷം മുമ്പാണ്. എനിക്ക് എൻ്റെ ഇത്രയും കാരുണ്യം കാണിക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ പലപ്പോഴും, പക്ഷേ സ്നേഹമായിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്നേഹം അവതരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്വയം ആശ്വസിപ്പിക്കുമായിരുന്നു. എൻ്റെ ഈ സ്ത്രീ, ഈ മാലാഖ എന്ന് വിചാരിക്കുന്ന ഗെയിൽ ഗുഡാർ എന്നോട് അവസാനം യാത്ര ചോദിക്കും. ഞങ്ങൾ രണ്ട് വഴികളിലേക്ക് യാത്ര. അവർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, സിഡ്നിയിലേക്ക് പോകുന്നു. ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടക്ക യാത്രയുടെ ആ ഘട്ടത്തിൽ ഞാനായിരുന്നു ആദ്യത്തെ വിമാനത്തിൽ പോകേണ്ടത്. ഞാൻ കൈപിടിച്ച് അവരോട് ഈ യാത്ര ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കൈ വിറച്ചിരുന്നു എന്ന് ഞാൻ ഓർമ്മയുണ്ട്. കാരണം എനിക്ക് തിരിച്ച് മടങ്ങി വരണമെന്നില്ലാത്ത രീതിയിൽ ഒരു ഗാഠമായിട്ടുള്ള ആത്മബന്ധം അതിനിടയ്ക്ക് വന്നിരുന്നു എന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. കാരണം എനിക്ക് പിരിയുന്ന വലിയ വിഷമമായിപ്പോയി. കാരണം എൻ്റെ കൂടെ നടന്ന് പക്ഷേ അവർ വേറൊരു ഭൂഖണ്ഡത്തിൽ ജനിച്ച ഒരു സ്ത്രീയല്ലേ. പിരിയുമ്പോൾ എനിക്ക് വളരെ ഹൃദയവേദന ഞാൻ അനുഭവിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു എന്നുള്ളതാണ്. ഞാനും കരഞ്ഞു, ഗെയിലും കരഞ്ഞു. ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് തിരിച്ച് ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ ആലോചിച്ചു, ഞാൻ സിംഗപ്പൂരിൽ ഒരു ദിവസം താമസിച്ചു. 2-2.5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്ക് എൻ്റെ മേശപ്പുറത്ത് ഒരു പൊട്ടിക്കാത്തൊരു കവർ കിടക്കുകയാണ്. എൻ്റെ ഉദ്യോഗമുണ്ടല്ലോ, ആ കവർ ഞാൻ പൊട്ടിച്ചെടുത്ത് വായിക്കുമ്പോൾ ഒരു പുസ്തകമാണ്, ഒരു ആത്മീയ ഒരു പുസ്തകമാണ്, ഒരു പ്രത്യേക ഒരു മോക്ഷമാർഗത്തെക്കുറിച്ചുള്ള ഒരു ഇന്ത്യൻ പുസ്തകം, വെളിയിൽ എഴുതിയിട്ടുള്ള ഒരു ഇന്ത്യൻ പുസ്തകം. ഞാൻ അകത്ത് ഓരോ താളെടുത്ത് മറിച്ചപ്പോഴത്തേക്ക് അതിനകത്തൊരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് എൻ്റെ ജീവിതത്തെ ഒരുപക്ഷെ മാറ്റിമറിച്ച, നിർണായകമായിട്ട് എന്നെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് എന്നെ അമൃതവർഷം പോലെ എന്നെ മാറ്റിയെടുത്ത ഞാൻ ഒരുപാട് വേദനിച്ചിരുന്നു. ഞാൻ ഒരുപാട് വിങ്ങലോടെയാണ് ആ ഓർമ്മ ഞാൻ ഓർത്തെടുക്കുന്നത്. എന്നിട്ട് ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എഴുതിയിരുന്നു, ശങ്കർ, നിങ്ങളെ തേടി തന്നെയാണ് ഞാൻ അവിടെ വാതിൽക്കൽ കാത്തു നിന്നത്. നിങ്ങൾ കടന്നു വരുന്നത് നോക്കി തന്നെയാണ് ഞാൻ വന്നത്. വരുന്നയാൾ ശങ്കറാണെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. കാരണം നിങ്ങളെ തിരഞ്ഞെടുത്തത് ഞാനാണ്. ഇത്രയും പേരുടെ പേരിനകത്ത് ശങ്കർ എന്നുള്ള പേര് വരണം എന്നുള്ള ഞാനാണ് എത്തിയത്. നിങ്ങൾ ഇന്ത്യക്കാരനെന്നറിയാം. ഞാൻ മാനസികമായിട്ടൊരു ഇന്ത്യക്കാരിയാണ്. ഓസ്ട്രേലിയയിൽ ജനിച്ച ഞാൻ, ഒരു ക്രിസ്ത്യൻ വംശമായ ഞാൻ ഇപ്പോഴൊരു ഹിന്ദുവായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. ഈ ഇന്ത്യയിൽ ഞാൻ വല്ലപ്പോഴും വർഷത്തിൽ 1-2 തവണ വന്നിട്ട് പോവുകയാണ്. എനിക്ക് പൂനെയിലെ ഒരു സ്ഥലവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, രാഷ്ട്രവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവിടുത്തെ ആ മോക്ഷമാർഗ്ഗം എൻ്റെ ജീവിതത്തിനെ മാറ്റി മറിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശങ്കരനെ വിളിച്ചത്. അത്ഭുതങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല. കത്തിൻ്റെ അവസാനം അവർ ഒപ്പിട്ടിരുന്നത്, നിങ്ങളെൻ്റെ ഒപ്പ് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടരുത്, എൻ്റെ പേര് ഗെയിൽ ഗുഡാളല്ല, എൻ്റെ പേര് ശങ്കരി എന്നുള്ള ആശ്രമത്തിലെ ഗുരു എനിക്ക് തന്ന പേര്, ഒരു ഹിന്ദു പേര് ശങ്കരി എന്നുള്ളതാണ്. ഞാൻ ഈ ശങ്കരിയെ
എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും നമ്മൾ ചേക്കേറുമല്ലോ, അപ്പോഴേക്കും നമ്മൾ മനസ്സിൽ ചേക്കേറുമല്ലോ. ഞങ്ങൾ കുറച്ച് മാസങ്ങൾ അവരുടെ ഓസ്ട്രേലിയൻ നമ്പറിൽ ഞാൻ വിളിക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്, ടി വി ഇമെയിലൊന്നും ഇല്ല. എന്നിട്ടും ഞങ്ങൾ കുറേ സംവദിച്ചിരുന്നു എന്ന് ഞാൻ ഒരു 5-6 മാസമെങ്കിലും ഞങ്ങൾ ആ ബന്ധം തുടർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ എവിടെ വെച്ചോ ആ ബന്ധം മറന്നുപോയി. ഞാൻ പലപ്പോഴും ഈ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ ഞാൻ ഇമെയിൽ വെച്ചിട്ട് ഗൂഗിൾ വെച്ചിട്ട് ഞാൻ പല രീതിയിൽ ഈ ഒരു സ്ത്രീയെ എനിക്ക് എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നുള്ള അതമേ ആഗ്രഹം ഇപ്പോൾ മനസ്സിനകത്ത് ബാക്കിയുണ്ട്. എവിടെയെങ്കിലും യാത്രയിൽ എവിടെയെങ്കിലും ഞാൻ ഈ വഴിയിൽ ഞാൻ ഈ മുഖം പരതുന്നുണ്ട്, മുഖത്തെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ആ സ്ത്രീ എന്തെങ്കിലും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതമ്മയോട് ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പതറിപ്പോയൊരു സമയത്ത് എൻ്റെ കൈപിടിച്ച് നടത്തിയ സ്നേഹം വാരിക്കോരി തന്നു. അതാണ് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും സ്നേഹം, ഇത്രയും കാരുണ്യം, സ്നേഹം എന്നല്ല അതിന് വാക്ക് പറയണം, ഇത്രയും കാരുണ്യം എൻ്റെ മനസ്സിലായി നിറച്ച ഒരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഈ ഒരു പുതിയ അറിവ് നമ്മളെ വേറൊരു വ്യത്യസ്ത തലത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആഗ്രഹം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആ സ്നേഹത്തിൻ്റെ അല്ലേ, രണ്ട് ഭൂഖണ്ഡങ്ങളിലെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അമൃത സ്പർശം പോലെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇത്തരണത്തിൽ ആശംസിക്കുന്നു. അപ്പോൾ ശങ്കരജിയുടെ വിലയേറിയ നിമിഷങ്ങൾ, ആ ഓർമ്മ നമ്മളുമായിട്ട് നിറമുള്ള ഓർമ്മ പങ്കുവയ്ക്കാൻ തന്ന ആ സോമനസ്യത്തിന് പ്രത്യേകം നന്ദി. ഇന്ന് പ്രേക്ഷകരോട് നമ്മൾ ഇന്ന് ശങ്കരജിയൊത്തുള്ള വികാരനിർഭരമായ ആ ഒരു മുഖം അല്ലേ, ആ സമ്മാനിച്ച ഓർമ്മകളിൽ നിന്ന് ഇന്ന് വിട വാങ്ങുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്തേ.